രാഹുൽ ഈശ്വർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴിതാ ഈ അതിജീവിത നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അങ്ങേയറ്റം ഗൗരവമേറിയതായി മാറുന്നു. തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു, ഈ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് അതിജീവിത അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ബഹുമാന പുരസ്സരം പറഞ്ഞോട്ടെ, ഇത്ര ഉളുപ്പില്ലാത്ത കള്ളങ്ങൾ ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? 2024 ഓഗസ്റ്റ് 22 ഓൾറെഡി വിവാഹം കഴിഞ്ഞ കുട്ടി, സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച, കാമുകനെ വഞ്ചിച്ച കുട്ടി, ആ പെൺകുട്ടി പറയുന്ന കള്ളത്തരങ്ങൾക്ക് അതിനപ്പുറം പ്രസക്തി ഉണ്ടോ? അതെങ്ങനെയാണ് ഉളുപ്പില്ലാത്ത കള്ളങ്ങളാണ് എന്ന് രാഹുൽ ഈശ്വർ താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ കുട്ടിക്ക് ഓൾറെഡി ഒരു ഭർത്താവില്ലേ? ഇല്ലെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ? ഈ കുട്ടി മാരീഡ് ഭർത്താവുള്ള ഒരാളെ മറ്റൊരാൾക്ക് പീഡിപ്പിക്കാൻ പാടില്ല. ആര് പീഡിപ്പിച്ചു? അല്ല, ആര് പീഡിപ്പിച്ചു? കള്ളം പറയുന്നതല്ലേ? ഇനി കേക്കൂ, അല്ലല്ല, താങ്കളൊന്ന് കേക്കൂ. പീഡിപ്പിക്കുന്ന ഒരാളുമായിട്ടാണോ കുട്ടിയെ പ്ലാൻ ചെയ്യുന്നത്? 2025 മാർച്ചിൽ 1 മാസത്തോളം നമുക്ക് ട്രൈ ചെയ്യാമെന്നും കുട്ടി നമുക്ക് കാര്യം പ്ലാൻ ചെയ്യുന്നത് പീഡിപ്പിച്ച ഒരാളുമായിട്ടാണോ? പീഡിപ്പിച്ച ഒരാളുടെ കുട്ടിയാണോ ഈ കുട്ടി ഉണ്ടാകുന്നത്? കള്ളം, ഉളുപ്പില്ലാത്ത പച്ച കള്ളം പറയുന്ന നോക്കിയേ, ആലോചിച്ച് നോക്കൂ. കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യാൻ എന്നിട്ടാണോ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു കോൾ ഡീറ്റെയിൽസിൽ പീഡിപ്പിച്ച കാര്യമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി പുതിയ കള്ളക്കഥകൾ ഉണ്ടാക്കുകയല്ലേ? രാഹുൽ ഈശ്വർ, താങ്കൾക്ക് ഈ പുറത്തു വന്ന കോൾ ഡീറ്റെയിൽസിനപ്പുറത്ത് താങ്കൾക്ക് കാര്യങ്ങൾ അറിയാമോ? താങ്കൾക്കും അറിയില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്, താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് തള്ളിക്കളയുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം തെളിവ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? നമ്മുടെ കയ്യിൽ ആരുടെയും ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കോൾ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടോ? ഇതുവരെ പീഡിപ്പിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞോ? അപ്പൊ ഇപ്പം കേസ് സ്ട്രോങ് ആക്കാനായി, കള്ളക്കേസ് വരാനായി പീഡിപ്പിച്ചു എന്ന് പറയണം. നാണമില്ലേ ആ കൊച്ചിന്? ഞാൻ ഇന്നലെ ആ കുട്ടിയുടെ ഭർത്താവുമായിട്ട് സംസാരിച്ചതാണ്. ഈ ഒരുപാട് കള്ളക്കേസുകളുമായിട്ട് വരണമെങ്കിൽ എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് പറയാത്ത എന്താ അറിയാമോ? ആ മാന്യതയുള്ളതുകൊണ്ടാണ്. ഇത്രയും കാലം എനിക്ക് അറിയാമായിരുന്നല്ലോ ഈ പെൺകുട്ടി ആരാണെന്ന്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് വിടാത്തത്? ചില മാന്യതയും മര്യാദയും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇനിയാണെങ്കിലും ഈ പെൺകുട്ടി ഇപ്പോ അറ്റ്ലീസ്റ്റ് പരാതിക്കാരിയാണ്. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി നമ്മൾ റിവീൽ ചെയ്തുകൂടാ, അത് നിയമമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ പരാതിക്കാരിയോ ആ കുട്ടി സൂചിപ്പിക്കുന്ന എന്തെങ്കിലുമോ ഞാൻ റിവീൽ ചെയ്യില്ല. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അങ്ങനെ കള്ളത്തരങ്ങൾ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരുന്നാൽ തിരിച്ചടിക്കാതെ തരമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ വിഷയങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇനിയും പീഡിപ്പിച്ചു എന്ന് പറയുന്നത് നാണമില്ലാത്ത. അങ്ങനെയെങ്കിൽ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. താങ്കൾ ചോദിച്ചു, അതായത് പീഡിപ്പിക്കുന്ന ഒരാളുമായിട്ടാണ് കുട്ടി വേണം എന്ന കാര്യം സംസാരിക്കുന്നത് എന്നാണ്. ആരാണ് ഈ കുട്ടി വേണമെന്ന് ആവശ്യപ്പെട്ടത്? രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയല്ലേ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത്? പീഡിപ്പിച്ചു എന്നാണ് സാധാരണ. ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും വേണമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ശരി, താങ്കൾ പറഞ്ഞതുപോലെ പീഡനമല്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടമാണല്ലോ കുട്ടി വേണമെന്ന് നിർബന്ധിച്ചത്. അത് താങ്കൾ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ? 100%. അപ്പോൾ അത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് ആരാണ്? കാര്യം അതിനുശേഷം ഒരു ബ്രേക്കപ്പ് ആയി സാർ. അല്ല, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചതല്ല. ഗർഭചിത്രത്തെ കുറിച്ച് സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം ഈ പെൺകുട്ടിക്ക് വേറൊരു ഹസ്ബൻഡ് ഇല്ലേ? ഇത് രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞത് എന്താണോ? അല്ല, എനിക്കറിയില്ല ഏത് കാലഘട്ടം. എനിക്ക് വേണമെങ്കിൽ രാഹുൽ ഈ പ്രശ്നം ചില കാര്യങ്ങൾ രാഹുലിന് അറിയാം. അതായത് 2024 ഓഗസ്റ്റിലാണ് പെൺകുട്ടിയുടെ കല്യാണം നടന്നത് എന്നതൊക്കെ രാഹുലിന് അറിയാലോ. എനിക്ക് നല്ല ബോധ്യമുണ്ടെന്നേ. എനിക്ക് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണല്ലോ ഞാൻ, അതുകൊണ്ടാണല്ലോ താങ്കളോട് ഈ ചോദ്യം ചോദിച്ചത്. താങ്കൾ തന്നെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടമാണ് കുട്ടിയെ വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന്. അതേ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ വകുപ്പ് നിലനിൽക്കില്ലേ? ആ ആരോപണം നിലനിൽക്കില്ലേ? അതിനെന്താണ് താങ്കൾക്ക് മറുപടി? നിയമപരമായി നിലനിൽക്കില്ല. എന്റെ കാരണവും ഞാൻ പറയാം. 2024 ഓഗസ്റ്റ് 22 വിവാഹിതയായ കുട്ടി, ഡിവോഴ്സ് അല്ലാത്ത കുട്ടി, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന വകുപ്പ് നിലനിൽക്കില്ല. അല്ല, അത് നിലനിൽക്കേണ്ടത്, അത് ഞാൻ സമ്മതിക്കുന്നു. താങ്കൾ പറഞ്ഞത് ശരി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അതൊരു പക്ഷേ വിവാഹം എന്നത് ഈ നിലവിലെ വിവാഹം ഔദ്യോഗികമായി ഒഴിഞ്ഞതിന് ശേഷം നടത്താമല്ലോ. അതാണ്, ആ വകുപ്പ് നിലനിൽക്കില്ല സാർ. അത് ഹൈക്കോടതിയുടെ വിധിയാണ്. ആ വകുപ്പ് നിലനിൽക്കില്ല. അതായത് പഞ്ചാബ് ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും ഓൾറെഡി മാരീഡ് ആയ ഒരാള് വേറൊരു ആളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വകുപ്പ് നിലനിൽക്കില്ല. പീഡനം വിട്ടേക്കും. ഞാൻ എന്റെ ചോദ്യം, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന ആ ഒരു വകുപ്പിൽ നിന്ന് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒഴിവാകാൻ പറ്റുക? രണ്ടുപേരുടെയും കളക്റ്റീവ് ഡിസിഷൻ അല്ലേ? ഈ പെൺകുട്ടിയല്ലേ മരുന്ന് കഴിക്കുന്നത്?
രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും കൂടെ ഫോണിൽ സംസാരിക്കുകയും പരസ്പരം സമ്മതത്തിലെത്തുകയും ഈ പെൺകുട്ടി സ്വയമല്ലേ മരുന്ന് കഴിപ്പിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വായിലോട്ട് പരസ്പര സമ്മതത്തിലെത്തിയാണ് മരുന്ന് കഴിച്ചത് എന്ന് താങ്കൾ ആർഗ്യൂ ചെയ്യുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പെൺകുട്ടി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തുപോലും ഇല്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലമ്പൂർ ഇലക്ഷൻ നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഫോണിൽ സംസാരിച്ചല്ലേ ഇവർ കഴിക്കുന്നത്. അതെ, അത് വീഡിയോ കോളിലൂടെ കണ്ടു. അവിടെ മരുന്ന് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്താണ് എന്നതടക്കം പറയുമ്പോൾ അത് സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്. മുമ്പ് നമ്മളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ മീഡിയക്കാർ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഗർഭചിത്രം ചെയ്തു എന്നല്ലേ? ഇപ്പൊ എങ്ങനെ അശാസ്ത്രീയമായി എനിക്കിപ്പോ എങ്ങനെ മാറിയെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അതായത് മുമ്പ് മീഡിയക്കാർ നമ്മളോട് പറഞ്ഞിരുന്നത് ബാംഗ്ലൂരിലെ ഒരു ആശുപത്രിയിൽ വെച്ച് ഗർഭചിത്രം ചെയ്തു, ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു എന്നൊക്കെയാണ്. ഇപ്പൊ എങ്ങനെയാണത് പെട്ടെന്ന് മാറിയത് എനിക്കറിയില്ല. അത് സബ്ജക്ട് ടു ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ യുവതി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനമാണ്, യുവതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുഹൃത്ത് ഗർഭനിരോധന സംവിധാനം അല്ലെങ്കിൽ അതിനുവേണ്ട മെഡിസിൻ എത്തിച്ചു നൽകുന്നു, അത് കഴിച്ചു എന്നുള്ളതാണ്. അത് വീഡിയോ കോളിലൂടെ അടക്കം രാഹുൽ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ആ പെൺകുട്ടി കഴിച്ചത് ആ പെൺകുട്ടിയായിട്ടല്ലേ കഴിച്ചത്. അപ്പം കൺസെന്റ് ഉണ്ടല്ലോ. അത് നിർബന്ധത്തിന് വഴങ്ങി കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? എങ്ങനെയാ നിർബന്ധത്തിന് വഴങ്ങി കഴിക്കുന്നത്? ഈ പെൺകുട്ടി ഒറ്റയ്ക്കിരിക്കുന്ന വീട്ടിലല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വായുടെ ഉള്ളിലേക്ക് മരുന്ന് വെച്ച് വെള്ളം ഒഴിക്കുകയായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ എല്ലാ കൃത്യങ്ങളും ഇപ്പോൾ അങ്ങനെയല്ല രാഹുൽ ഈശ്വർ. അതായത് ഒരു ഗൂഢാലോചന, ഒരു കേസ് അല്ല, ഒരു കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടക്കുമ്പോൾ കൊലപാതകം നിർവഹിക്കുന്ന ആൾ മാത്രമാണോ അതിന്റെ ഉത്തരവാദിയായി മാറുക? അല്ല സാർ, ഇത് അല്ലല്ല, അബോർഷൻ ഇന്ത്യയിൽ ഒരു കുറ്റമല്ല. അത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അബോർഷൻ കുറ്റമല്ലേ? നിർബന്ധിത അബോർഷൻ കുറ്റമാണോ സാർ? അങ്ങനെയാണെങ്കിൽ നിർബന്ധിത ഗർഭധാരണവും കുറ്റമാണെന്ന് പറയണ്ടേ? ഈ രാഹുൽ നിർബന്ധിച്ച് ഗർഭിണിയാക്കിയെന്ന്. നിർബന്ധം എന്നുള്ള വാക്ക് ഇതാണ് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രയോഗിക്കുന്നത്, നിർബന്ധിത മതപരിവർത്തനം. നിർബന്ധിത എന്ന വാക്ക് എന്തിന്റെയെങ്കിലും കൂടി ഉപയോഗിച്ചാൽ അതിനൊരു സീരിയസ്നെസ് വരും. അതായത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. ഈ പെൺകുട്ടി കൺസെന്റോടുകൂടിയല്ലേ ചെയ്തത്. കൺസെന്റോടുകൂടി പെൺകുട്ടി ചെയ്തതിനു ശേഷം ഇപ്പം കുറ്റം പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? താങ്കൾ ഈ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധമുണ്ട്. ഭർത്താവും ഭാര്യയും നമുക്കറിയാമല്ലോ ഒഫീഷ്യലി മാരീഡ് ആവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഭാര്യയ്ക്ക് ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതിന് നിർബന്ധിക്കുന്നത് പോലും കുറ്റകരമാണ് രാഹുൽ. അതായത് ഒരു സ്ത്രീക്ക് അവരുടെ ശാരീരികമായ പരിമിതികളുണ്ട്, ശാരീരികമായ പ്രത്യേകതകളുണ്ട്. താങ്കൾ അല്പസമയം മുമ്പ് ചോദിച്ചല്ലോ നിർബന്ധിച്ച് ഗർഭിണിയാക്കുന്നത് കുറ്റമല്ലേ എന്ന്. കുറ്റമാണ് ശ്രീ രാഹുൽ ഈശ്വർ. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകാൻ ഒരുക്കമാകുന്ന അവളുടെ ചോയ്സാണ്. ലീഗൽ കറക്ഷൻ മാത്രം. ആസ് ഓഫ് നൗ മാരിറ്റൽ റേപ്പ് ഇന്ത്യയിൽ ഇല്ലീഗൽ മീൻസ് അതായത് ക്രിമിനലൈസ്ഡ് അല്ല. മാരിറ്റൽ റേപ്പ് ആസ് ഓഫ് നൗ 2025 നവംബർ 28 പ്രകാരം മാരിറ്റൽ റേപ്പ് എന്ന് താങ്കൾ നേരത്തെ ഉദ്ദേശിച്ച കാര്യം ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. ചെയ്യണം എന്ന് വാദിക്കുന്നവരുണ്ട്, പക്ഷെ ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. അതിനനുസരിച്ച് വാദങ്ങൾ ഉന്നയിക്കാനും നീതിക്ക് അവസരവുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, അതുകൊണ്ടല്ല. അതിനനുസരിച്ച് പുരുഷന് വാദിക്കാനും നീതിക്ക് വേണ്ടി അവസരം ഇല്ലാത്തതുകൊണ്ടാണ്. 10 വർഷം മുമ്പ് എന്റെ ഭർത്താവ് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ പുരുഷന് അല്ലാന്ന് തെളിയിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റും സുപ്രീം കോടതിയും വളരെ ആലോചിച്ചതിന് ശേഷം അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് താങ്കൾ പറയുന്ന ഡൽഹി ഹൈക്കോടതി വിധിയാണ്. ഒരു സ്പ്ലിറ്റ് വെർഡിക്ട് ഉണ്ടായി. മാരിറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്യണമെന്ന് ഒരു ജഡ്ജിയും വേണ്ടെന്ന് വേറൊരു ജഡ്ജിയും പറഞ്ഞു. അത് സുപ്രീം കോടതിയിലേക്ക് പോയി. മാരിറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്യാനുള്ള പ്രശ്നം ഇപ്പൊ എന്റെ ഭാര്യ 10 വർഷം മുമ്പ് ഒരു പരാതി കൊടുക്കുകയാണ്. 10 വർഷം മുമ്പ് ഇയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാന്ന് തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തൽക്കാലം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ലീഗൽ കറക്ഷൻ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും